Good evening. So, today we are going to look upon a speech by Sojourner Truth, Ain't I a Woman? So, ഈ ഒരു സ്പീച്ച് എന്ന് പറയുന്നത് 1851 വിമൻസ് റൈറ്റ് കൺവെൻഷനിൽ ഒഹിയോ ആക്രോൺ എന്ന് പറയുന്ന സ്ഥലത്ത് ഒഹിയോയിൽ 1851 സൊജോർണർ ട്രൂത്ത് എന്ന് പറയുന്ന ബ്ലാക്ക് ഫെമിനിസ്റ്റ് ആക്ടിവിസ്റ്റ് ഡെലിവർ ചെയ്ത ഒരു സ്പീച്ചാണ് ഐൻറ്റ് ഐ എ വുമൻ എന്ന് പറയുന്നത്. While speaking about Sojourner Truth, she was born into slavery in 1797 as Isabella Free. Later, she changed her name to Sojourner Truth in 1843. And she became one of the most powerful spokespersons for human rights in the 19th century. She herself experienced the miseries of being sold and was subject to terrible violence and ill treatment. So, being a slave, നമുക്ക് ഈ ഒരു സ്പീച്ചിൻ്റെ അകത്ത് സുജോർണർ ട്രൂത്തിൻ്റെ ഓൺ ലൈഫ് എക്സ്പീരിയൻസസ് വെച്ചിട്ട് തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഓരോ കാര്യങ്ങളും മെൻഷൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ലൈക്ക് ഐ ഓൾറെഡി മെൻഷൻഡ്, Ain't I a Woman was delivered at the 1851 Women's Rights Convention held in Akron, Ohio. And she died in Battle Creek, Michigan in 1883. Battle Creek is a place in Michigan in 1883. So, ഈ ഒരു പെർട്ടിക്കുലർ ഇതിൽ നോക്കുകയാണെങ്കിൽ, അതായത് ഐൻറ്റ് ഐ വുമൻ എന്ന് പറയുന്ന ഈ ഒരു സ്പീച്ച് നോക്കുകയാണെങ്കിൽ വളരെ ഷോർട്ടായിട്ടുള്ള ഒരു സ്പീച്ചാണ്. ഇതിനകത്ത് വളരെ സിമ്പിളായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് മെൻഷൻ ചെയ്യുന്നത്. മെയിൻലി ഈ ഒരു സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഓഡിയൻസിനെ ചിൽഡ്രൻ എന്ന് വിളിച്ചുകൊണ്ടാണ്. വെൽ ചിൽഡ്രൻ, വെർ ദർ ഈസ് സോ മച്ച് റാക്കറ്റ്, ദർ മസ്റ്റ് ബി സംതിങ് ഔട്ട് ഓഫ് കിൽറ്റർ. സോ ഓഡിയൻസിനെ ചിൽഡ്രൻ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഇവിടെ നമ്മുടെ റൈറ്റർ ആ ഒരു സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ റൈറ്റർ അല്ലെങ്കിൽ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ട്രൂത്ത് രണ്ട് കാര്യങ്ങൾ മെൻഷൻ ചെയ്യുകയാണ്. ഒന്ന്, നോർത്ത് നീഗ്രോസിനെ കുറിച്ചും അതുപോലെ തന്നെ സൗത്ത് നീഗ്രോസിനെ കുറിച്ചും. ദ വിമൻ ഇൻ ദ നോർത്ത് ആൻഡ് ദി സൗത്ത് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഇതിനെ രണ്ട് സ്ഥലങ്ങളിലുള്ള ആൾക്കാരെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഈ രണ്ട് ആളുകളും നോർത്തിലാണെങ്കിലും സൗത്തിലാണെങ്കിലും ദേ ആർ ആക്ച്വലി ഫൈറ്റിംഗ് ഫോർ സം കോസസ്. അവരുടെ ഫ്രീഡം നേടിയെടുക്കാനായിട്ട് ഈ രണ്ട് വിഭാഗക്കാരും, നോർത്തിലാണ് എങ്കിലും സൗത്തിലാണ് എങ്കിലും, ഇവർ രണ്ടുപേരും രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നതെങ്കിൽ കൂടിയും ആക്ച്വലി അവരുടെ എല്ലാം മെയിൻ എയിം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഇക്വാലിറ്റി എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. ആൻഡ് ദെൻ ഷീ ടോക്സ് അബൌട്ട് ദി അഗനി ഓഫ് എ സ്ലേവ്. ആസ് എ സ്ലേവ് എന്നുള്ള രീതിക്ക് സുജോർണർ ട്രൂത്തിന് അനുഭവിക്കേണ്ടി വന്ന അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്ന ചില കാര്യങ്ങളെ മെൻഷൻ ചെയ്തുകൊണ്ടാണ് അടുത്ത കണ്ടിന്യൂവേഷനായിട്ട് പറയുന്നത്. ഇതിന് തൊട്ട് മുമ്പ് ഇവിടെ പ്രസംഗിച്ച ഒരു വ്യക്തി പറയുകയുണ്ടായി ദാറ്റ് വിമൻ നീഡ് ടു ബി ഹെൽപ്ഡ് ഇൻ ടു ക്യാരിയേജസ് ആൻഡ് ലെഫ്റ്റഡ് ഓവർ ഡിച്ചസ് ആൻഡ് ടു ഹാവ് ദി ബെസ്റ്റ് പ്ലേസ് എവ്രിവെയർ. സോ ഇതിന് തൊട്ട് മുന്നേ സംസാരിച്ച ആ വ്യക്തി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, സ്ത്രീകളെ കുതിരവണ്ടി വലിക്കാനും അല്ലെങ്കിൽ കുഴികൾ നിർമ്മിക്കാനും അതിനുമൊക്കെ വേണ്ടിയിട്ട് സ്ത്രീകളെ സഹായിക്കേണ്ടിയിരിക്കുന്നു. അതായത് സ്ത്രീകൾക്ക് ഈ ജോലികളൊന്നും തന്നെ, കായിക അധ്വാനം വരുന്ന ജോലികളൊന്നും തന്നെ തനിയെ ചെയ്യാൻ സാധിക്കുകയില്ലെന്നും അതിനെല്ലാം ഒരു പുരുഷൻ്റെ സഹായം വേണമെന്നും ആണ് തൊട്ട് മുന്നേ സംസാരിച്ച വ്യക്തി ഇവിടെ പറഞ്ഞത്. Nobody ever helps me into carriages or over mud puddles or gives me any best place, and ain't I a woman? So she is saying that ഇതുവരെയും ഒരു പുരുഷനും ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്നും തന്നെ എന്നെ സഹായിച്ചിട്ടില്ല. ഒരു കുതിരവണ്ടി വലിക്കാനോ അല്ലെങ്കിൽ ചെളിക്കുണ്ടിൽ നിന്നും കയറാനോ അതിനൊന്നും തന്നെ എന്നെ ആരും സഹായിച്ചിട്ടില്ല. അപ്പോൾ അതിനർത്ഥം ഇതെല്ലാം ഞാൻ സ്വന്തമായി തന്നെയാണ് ചെയ്തത്. ഇസ് ദാറ്റ് മീൻസ് ദാറ്റ് ഐ എം നോട്ട് എ വുമൻ? ഞാൻ ഒരു സ്ത്രീ അല്ല എന്നുള്ളത് കൊണ്ടാണോ എന്ന് ചോദിക്കുകയാണ്. Look at me, look at my arm. I have plowed and planted and gathered into barns, and no man could head me. And ain't I a woman?
സോ എൻ്റെ കൈകളിലേക്ക് നോക്കൂ. ആസ് എ സ്ലേവ് ഞാൻ ഒരുപാട് ജോലികൾ ചെയ്തിട്ടുണ്ട്. നിലമുഴുതിട്ടുണ്ട്, വിത്തുകൾ വിതച്ചിട്ടുണ്ട്, അതിൽ നിന്നും വിളവ് എടുത്തിട്ടുണ്ട്. ഈ പറയുന്ന ജോലികളെല്ലാം, അതായത് കായിക അധ്വാനം വേണ്ട ഈ ജോലികളെല്ലാം ഞാൻ തനിയെയാണ് ചെയ്തത്. അന്നൊരിക്കലും ഒരു പുരുഷനും എന്നെ സഹായിക്കാനായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ല. സോ ഇസ് ദാറ്റ് മീൻ ദാറ്റ് ഐ എം നോട്ട് എ വുമൻ, ഞാനൊരു സ്ത്രീ അല്ല എന്നതാണോ അതിനർത്ഥം എന്ന് വീണ്ടും എടുത്ത് ചോദിക്കുകയാണ്. സോ ഷീ ഈസ് ഡൗട്ടിങ് ദാറ്റ് ഒരു പക്ഷേ ഞാനൊരു വെള്ളക്കാരി ആയിരുന്നുവെങ്കിൽ, അതായത് ഇഫ് ഐ വർ എ വൈറ്റ് വുമൻ, മേ ബി ആരെങ്കിലും എന്നെ സഹായിക്കുമായിരുന്നേനെ. ഞാനൊരു കറുത്ത വർഗ്ഗക്കാരി ആയതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ എൻ്റെ സഹായത്തിനായിട്ട് ആരും തന്നെ, ഒരു പുരുഷനും എൻ്റെ അടുത്തേക്ക് വരാത്തത് എന്നുള്ള രീതിക്കും കൂടെയാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതിന് തൊട്ട് മുമ്പ് സംസാരിച്ചിട്ട് പോയ, അല്ലെങ്കിൽ നിലനിൽക്കുന്ന ചില ടാബൂസ്, അല്ലെങ്കിൽ എന്താ പറയുക, ചില നമ്മുടെ ഉള്ളിലൊക്കെ നിലനിൽക്കുന്ന ചില തോട്ട്സിനെ ഇവിടെ പൊളിച്ചെടുക്കുകയാണ് സുജോണർ ട്രൂത്ത് ചെയ്യുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് സംസാരിച്ച വ്യക്തികളിൽ ചിലർ പറയുന്നുണ്ടായിരുന്നു, ഒന്ന് men are stronger than women എന്ന് പറയുന്നുണ്ട്. ദാറ്റ് ഷുഡ് ബി ഇൻ എ ഹയർ പൊസിഷൻ ഇൻ സൊസൈറ്റി. സ്ത്രീകളെക്കാളും ഫിസിക്കലി സ്ട്രോങ് മെൻ ആണ് എന്നും അതുകൊണ്ട് തന്നെ അവർക്ക് സൊസൈറ്റിയിൽ കൂടുതൽ സ്ഥാനം നൽകണമെന്നും. അപ്പോൾ അതിന് കൗണ്ടർ പാർട്ടായിട്ടാണ് പറയുന്നത് ഇവിടെ ട്രൂത്ത് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. ഞാൻ നിലമുഴുതിട്ടുണ്ട്, ഞാൻ വിത്ത് വിതച്ചിട്ടുണ്ട്, ഞാൻ അവിടെ നിന്നും വിളവും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ, ഇത്രയും കായികാധ്വാനം വരുന്ന ജോലികളെല്ലാം ഞാൻ തന്നെയാണ് ചെയ്തത്. എൻ്റെ ശരീരത്തിൽ സാധാരണ ഒരു പുരുഷനിൽ ഉള്ളതുപോലെ തന്നെ മസിൽസ് എൻ്റെ ശരീരത്തിലുമുണ്ട്. ഇതെല്ലാം തന്നെ ഞാൻ സ്വയം ചെയ്യുന്ന ജോലികളാണ്. അപ്പോൾ അങ്ങനെ പുരുഷന് മസിൽ സ്ട്രെങ്ത് കൂടുതലാണ് എന്ന് കരുതി അവർക്ക് കൂടുതൽ സ്ഥാനം കൊടുക്കേണ്ട കാര്യമില്ല. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒരു സ്ത്രീക്കും ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അവരിവിടെ പറയുന്നത്. ദെൻ I have borne 13 children and seen most all sold off to slavery. And when I cried out with my mother's grief, none but Jesus heard me, and ain't I a woman? So she is then speaking about the agony of a mother. ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഉള്ള ഒരു പെയിനാണ് അവിടെ പറയുന്നത്. ഷീ ഗേവ് ബർത്ത് ടു 13 children and all these children were sold out as a slave. അവരെ മറ്റുള്ളവർ വിൽക്കുക എന്നുള്ളതല്ലാണ്ട് സ്ലേവ് ആകുമ്പോഴത്തേക്കും മുമ്പും നമ്മൾ സ്ലേവ് നറേറ്റീവ്സ് ഒക്കെ പഠിച്ചപ്പോഴും ഒക്കെ അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സ്ലേവ് ആയതുകൊണ്ട് തന്നെ ഉണ്ടാവുന്ന കുട്ടികൾ ജോലികൾക്ക് വേണ്ടിയിട്ട് സ്ലേവ് മറ്റുള്ളവർക്ക് വിൽക്കുക, വെള്ളക്കാരായ അല്ലെങ്കിൽ വൈറ്റ് പീപ്പിളിന് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അവരുടെ മക്കൾ ഉൾപ്പെടെ ഈ സ്ലേവറിയിലേക്ക് പോകുന്നത് നോക്കി നിൽക്കാനേ അവർക്ക് സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ അവരുടെ ആ കരച്ചിലുകളും സങ്കടങ്ങളും ഒന്നും ആരും കേട്ടിട്ടില്ല. അപ്പോൾ അത് ഒന്നും എന്താണ്, അത് ഒരുപക്ഷെ അവർ സ്ത്രീ അല്ലാത്തത് കൊണ്ടാണോ അത് എന്ന് ചോദിക്കുകയാണ്. ദെൻ അടുത്ത നമ്മുടെ സൊജോർണർ ട്രൂത്ത് മറ്റൊരു ആർഗ്യുമെൻറ്റ്, ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞ മറ്റൊരു ആർഗ്യുമെൻറ്റിനെ കുറിച്ച് പറയുകയാണ്. Then they talk about this thing in the head. What's this? They call it, member of audience whispers, intellect. That's it, honey. What's that got to do with women's rights or Negroes' rights? So someone says that men is more intellect than women. പുരുഷന്മാർ സ്ത്രീകളെക്കാൾ ഇൻ്റലക്ച്വൽ ആണ് എന്ന് പറയുകയാണ്. അപ്പോൾ ഇവിടെ സൊജോർണർ ട്രൂത്ത് ചോദിക്കുകയാണ്, ഒരു വ്യക്തിക്ക്, ഒരു സ്ത്രീക്ക് അവളുടെ സ്വാതന്ത്ര്യം നൽകാൻ, അല്ലെങ്കിൽ അവൾക്ക് വേണ്ടിയിട്ടുള്ള അവകാശങ്ങൾ നൽകാൻ അവളുടെ ഇൻ്റലക്റ്റ് എങ്ങനെയാണ് അവിടെ ഒരു ഘടകമായി മാറുന്നത്? ഒരു വ്യക്തിക്ക്, അത് സ്ത്രീയോ പുരുഷനോ എന്നുള്ളൊരു വ്യത്യാസമില്ല, ഒരു വ്യക്തിക്ക് അവരുടെ സ്വാതന്ത്ര്യം, അവരുടെ സ്പേസ്, അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ, അല്ലെങ്കിൽ അവകാശങ്ങൾ അവർക്ക് നൽകാനായിട്ട് എന്തിന് അവിടെ ഇൻ്റലക്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ ഒരു ഘടകമായി മാറുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിനെ ഒരിക്കലും നമുക്ക് ഒരു ഘടകമായി കണക്കാക്കി ഒരാളുടെ ഫ്രീഡത്തിനെ അത് വെച്ച് വിലയിരുത്താനായിട്ട് സാധിക്കില്ല. പുരുഷന്മാർ കൂടുതൽ ഇൻ്റലക്ച്വൽ ആണ്, സോ ദർ ഷുഡ് ബി മോർ ഫ്രീഡം ഫോർ ദം എന്ന് പറയുന്നത് തികച്ചും വിഡ്ഢിതരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ള രീതിക്കാണ് ഇവിടെ സൊജോർണർ ട്രൂത്ത് പറയുന്നത്. സി, അതിനൊരു എക്സാമ്പിളായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ, ഇഫ് മൈ കപ്പ് വോണ്ട് ഹോൾഡ് ബട്ട് എ പൈൻറ്റ് ആൻഡ് യുവേഴ്സ് ഹോൾഡ്സ് എ ക്വാർട്ട്, വുഡൻറ്റ് യു ബി മീൻ നോട്ട് ടു ലെറ്റ് മീ ഹാവ് മൈ ലിറ്റിൽ ഹാഫ് മെഷർ ഫുൾ? അതായത് എൻ്റെ കയ്യിൽ ഒരു കപ്പിൽ ഒരു പൈൻ മീൻസ് ഹാഫ്, എൻ്റെ കയ്യിലുള്ള കപ്പ് ഹാഫ് ഫിൽഡ് ആണ്, ആൻഡ് യുവേഴ്സ് ഇസ് ക്വാർട്ടർ, മുക്കാൽ ഭാഗം ഫിൽഡ് ആണ്. സോ ഡസൻറ്റ് ഇറ്റ് മീൻ ദാറ്റ് ആ ഹാഫിലേക്ക് ബാക്കി ഹാഫ് കൂടി ഒഴിച്ചത് ഫുള്ളാക്കി കൂടാ എന്ന് എന്തെങ്കിലും നിർബന്ധമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. സോ
ഇതിന് തൊട്ട് മുമ്പ് വൈറ്റ് മാൻ പറഞ്ഞ ഒരു ഇൻ്റലക്ച്വൽ, അതായത് വിമൻ ആർ ലെസ് ഇൻ്റലിജൻറ്റ് ദാൻ മെൻ, സോ ദേ ആർ അൺഡിസേർവിങ് ഓഫ് ഈക്വൽ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ആർഗ്യുമെൻറ്റിന് കൗണ്ടർ പാർട്ടായിട്ടാണ് ഇവിടെ സൊജോർണർ ട്രൂത്ത് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. ലാസ്റ്റ് ഇതിൻ്റെ അകത്ത് ഒരു ബിബ്ലിക്കൽ റെഫറൻസ് ആണ് കൊണ്ടുവരുന്നത്. that little man in black there, he says women can't have much rights as men because Christ wasn't a woman. സോ ലാസ്റ്റ് പറയുന്നത് ഇങ്ങനെയാണ്. ഇതിന് തൊട്ട് മുമ്പ് സംസാരിച്ച ഒരാളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പറയുന്നത്. ആ കറുത്ത വസ്ത്രം ധരിച്ച ആ വ്യക്തി കുറച്ചു മുമ്പ് പറയുകയുണ്ടായി, ഒരിക്കലും സ്ത്രീകൾക്ക് പുരുഷന് അത്രയും റൈറ്റ്സ്, അവകാശങ്ങൾ കൊടുക്കാൻ സാധിക്കില്ല, കാരണം ക്രൈസ്റ്റ് ഒരു സ്ത്രീ ആയിരുന്നില്ല. ഒരു പുരുഷനായ ക്രൈസ്റ്റ് ആണ് ഈ ലോകം മുഴുവൻ സംരക്ഷിച്ചത്, ഈ ലോകം മുഴുവൻ ക്രിയേറ്റ് ചെയ്തത്. സോ ക്രൈസ്റ്റ് പുരുഷനായിരുന്നത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ക്രൈസ്റ്റ് ഒരു സ്ത്രീ അല്ലായിരുന്നത് കൊണ്ട് തന്നെ ഇവിടെ ജനിക്കുന്ന സ്ത്രീകൾക്ക് ആർക്കും ഈക്വൽ റൈറ്റ്സ് നൽകാൻ സാധിക്കുകയില്ല എന്നുള്ളതായിരുന്നു ആ വ്യക്തിയുടെ അവകാശവാദം. സോ Sojourner Truth is asking, where did your Christ come from? Where did your Christ come from? From God and a woman. Man had nothing to do with him. So Sojourner Truth ഇവിടെ ബിബ്ലിക്കലി റെഫറൻസ് കൊടുത്തുകൊണ്ട് പറയുകയാണ്, ഈ ക്രൈസ്റ്റ്, യെസ് ഇറ്റ്സ് ട്രൂ ദാറ്റ് ക്രൈസ്റ്റ് ഇസ് നോട്ട് എ വുമൻ, ബട്ട് വേർ ഡിഡ് യുവർ ക്രൈസ്റ്റ് കം ഫ്രം? നിങ്ങൾ ഈ പറയുന്ന ക്രൈസ്റ്റ് എവിടെ നിന്നാണ് വന്നത്? ക്രൈസ്റ്റിന് ജന്മം നൽകിയത് മേരി എന്ന് പറയുന്നൊരു സ്ത്രീയാണ്. അപ്പോൾ അവിടെ ക്രൈസ്റ്റ് എന്ന് പറയുന്ന പുരുഷനായിരിക്കാം ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ചത്, അല്ലെങ്കിൽ ഈ ലോകത്തെ ഈ ഒരു രീതിയിൽ നിലനിർത്തിക്കൊണ്ട് വരുന്നത് ക്രൈസ്റ്റ് ആയിരിക്കാം. പക്ഷേ ആ ക്രൈസ്റ്റ് വന്നത് എവിടെ നിന്നാണ്? ക്രൈസ്റ്റിന് ജനനം നൽകിയത് ഒരു സ്ത്രീയാണ്. അത് മറക്കാൻ പാടില്ല എന്നുള്ള രീതിക്ക്, അതായത് ഈ ലോകത്തുള്ള ഓരോ പുരുഷന്മാരും, when the men says that women shouldn't give equal rights as men എന്ന് പറയുമ്പോൾ എല്ലാ പുരുഷന്മാരും ഓർക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്ന അവരുൾപ്പെടെയുള്ളവർ ഈ ലോകത്തേക്ക് വരാൻ കാരണം എന്ന് പറയുന്നത് ഒരു സ്ത്രീ കൂടിയാണ് എന്നുള്ളതാണ്. അപ്പോൾ ക്രൈസ്റ്റ് വരുന്നതിന്, ക്രൈസ്റ്റ് കം ഫ്രം എന്നുള്ളതിന് സൊജോർണർ തന്നെ അതിന് മറുപടി പറയുന്നു, ഫ്രം ഗോഡ് ആൻഡ് എ വുമൻ. there should be a woman, right? ഒരു കുട്ടി ജനിക്കണമെങ്കിൽ there should be a woman. സോ ആ ഒരു സത്യം മറന്നു പോവാതിരിക്കാൻ ആ വ്യക്തിയെ അവർ ഓർമ്മപ്പെടുത്തുകയാണ്. then she is quoting another biblical reference. If the first woman God ever made was strong enough to turn the world upside down all alone, these women together ought to be able to turn back and get it right side up again. So she is indicating the first woman, book of Genesis പറയുന്ന ഫസ്റ്റ് വുമൻ, ദാറ്റ് ഈസ് ഷീ ഈസ് ഇൻഡിക്കേറ്റിംഗ് ഈവ്. ഈവിനെ പറയാണ്, ഈവിൻ്റെ ആദമും ഈവും ഫോർബിഡൻ ഫ്രൂട്ട് കഴിച്ചത് കൊണ്ടാണ് അത് ആദി പാപമായിട്ട് കണക്കാക്കുകയും അതുകൊണ്ടാണ് ഇവിടെ എന്താണ് ഹെവനിൽ നിന്നും അവർക്ക് ഭൂമിയിലേക്ക് വരേണ്ടി വന്നതും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. സോ ഈവ് എന്ന് പറയുന്ന ഒരൊറ്റ സ്ത്രീ കാരണം ഈ ലോകം ഇങ്ങനെ മാറാൻ സാധിക്കുമെങ്കിൽ, ഇത്രയും സ്ത്രീകൾ ഒരുമിച്ച് നിന്നാൽ ഈ ലോകത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് ഒന്ന് ചിന്തിച്ചു നോക്കാൻ പറയുകയാണ്. ആൻഡ് നൗ ദേ is asking to do it, the men better let them. സോ ഇപ്പോൾ ആ സ്ത്രീകൾ അതിനു വേണ്ടിയിട്ട് മുന്നോട്ട് വരികയാണ്. സോ പുരുഷന്മാർ അതിനു വേണ്ടി അനുവദിച്ചു കൊടുക്കണമെന്ന് പറയുകയാണ്. Obliged to you for hearing me, and now old Sojourner ain't got nothing more to say. അപ്പോൾ സ്പീച്ച് ഇസ് എൻഡിങ് ലൈക്ക് ദിസ്. ഇത്രയും നേരം എന്നെ കേട്ടിരുന്നതിന് വളരെയധികം നന്ദി എന്ന് പറഞ്ഞുകൊണ്ട്, ഇനി എനിക്ക് കൂടുതലായി ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വളരെ ഷോർട്ടായിട്ടുള്ളൊരു സ്പീച്ച് ആണെങ്കിൽ കൂടിയും അതിൻ്റെ അകത്ത് വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഡീപ്പായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ Sojourner Truth പറയുന്നത്. So actually through the speech she advances the need for equal rights for women in the United States. Mainly United Statesലെ ബ്ലാക്ക് വിമൻ്റെ റൈറ്റ്സിന് വേണ്ടിയിട്ട് പോരാട്ടം, അതിന് വേണ്ടിയിട്ടുള്ളൊരു പോരാട്ടം എന്നുള്ള രീതിക്കാണ് ഈ ഒരു സ്പീച്ച് ഇതിൻ്റെ അകത്ത് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ആൻ ആർഗ്യുമെൻറ്റ് ഫോർ ഇക്വാലിറ്റി ബിറ്റ്വീൻ ദ സെക്സസ് ആൻഡ് ദ റേസസ്. ഒരേ സമയത്ത് രണ്ട് സെക്സസ് തമ്മിൽ, അതായത് സ്ത്രീ പുരുഷൻ എന്ന് പറയുന്ന രണ്ട് ജെൻഡർ തമ്മിലും റേസസ് വൈറ്റ് ബ്ലാക്ക് എന്ന് പറയുന്ന അത്തരത്തിലുള്ള വേർതിരിവൊന്നുമില്ലാതെ ഇക്വാലിറ്റി, അത് ഇക്വാലിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ തുല്യത എന്ന് പറയുന്നത് സെക്സിൻ്റെ ബേസിസിലോ അല്ലെങ്കിൽ റേസിൻ്റെ ബേസിസിലോ ഒന്നും അല്ല വരേണ്ടത് എന്നുള്ള ഒരു ആശയം
കൊണ്ടുവരാൻ കൂടിയാണ് ശ്രമിക്കുന്നത്. സോ ട്രൂത്ത് സ്പീച്ച് വാസ് വൺ ഓഫ് ദി ഫസ്റ്റ് ടു ഹൈലൈറ്റ് ദ നീഡ് ഫോർ ഇന്റർസെക്ഷണൽ റൈറ്റ്സ് ഫോർ ബ്ലാക്ക് മെൻ ആൻഡ് വിമൻ. ബ്ലാക്ക് മെൻ ആണെങ്കിലും വിമൻ ആണെങ്കിലും ദേ ഷുഡ് ഗീവ് ഓർ ദേ ഷുഡ് ഗെറ്റ് ദ ഈക്വൽ റൈറ്റ്സ്. അത് ഏത് സാഹചര്യത്തിലാണെങ്കിലും ഏത് മേഖലയിലാണെങ്കിലും അവർക്ക് തുല്യത നൽകപ്പെടണം എന്നുള്ള ഒരു രീതിയിലാണ്, അല്ലെങ്കിൽ ആ ഒരു ആശയമാണ് ഇവിടെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ആൻഡ് ഷീ ഡിസ്ക്രൈബ്സ് ദ പെയിൻ ആൻഡ് സഫറിങ് ഷീ എൻറ്റേർഡ് ആസ് എ ഫോർമലി എൻസ്ലേവ്ഡ് വുമൻ ഇൻ ഓർഡർ ടു പോയിന്റ് ഔട്ട് ദി ഗ്രേവ് ഇൻജസ്റ്റിസസ് ബീങ് പെർപ്രേറ്റഡ് അഗൻസ്റ്റ് ബ്ലാക്ക് പീപ്പിളിന് എഗൻസ്റ്റ് ആയിട്ട് അനുഭവിക്കുന്ന, അല്ലെങ്കിൽ ഒരു സ്ലേവ് എന്നുള്ള രീതിയിൽ സ്വയം അവർ അനുഭവിച്ച പെയിൻ, അവരനുഭവിക്കേണ്ടി വന്ന സ്ട്രഗിൾ, ഗ്രേവ് ഇൻജസ്റ്റിസസ്, ഇതിനെക്കുറിച്ചൊക്കെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പീച്ചിലൂടെ അവർ ശ്രമിച്ചിരിക്കുന്നത്. ആൻഡ് ഇറ്റ് സ്പോക്ക് അൺഅപ്പോളജറ്റിക്കലി അബൌട്ട് ദി ഹൊറേഴ്സ് ഓഫ് സ്ലേവറി. സ്ലേവറി എന്ന് പറയുന്ന ഒരു രീതിയിലും നമുക്ക് എന്താണ് ഒരു സപ്പോർട്ടീവായിട്ട് പറയാൻ പറ്റാത്ത ഒന്നാണ് സ്ലേവറി എന്ന് പറയുന്നത്. സോ ഓൾറെഡി വി ഹാവ് ടോക്ഡ് അബൌട്ട് ദി ഹൊറേഴ്സ് ഓഫ് സ്ലേവറി ഇൻ ദ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞ സമയത്ത് പലതവണ ഞാൻ ആ ഒരു സ്ലേവ് നറേറ്റീവ്സ് പറഞ്ഞപ്പോഴൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്ലേവറി ഓർ ബീയിങ് ഇൻ ടു എ സ്ലേവറി ഇസ് നോട്ട് അറ്റ് ഓൾ എ ഈസി ടാസ്ക്. അത് എത്രത്തോളം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സ്ട്രഗിളാണ് എന്നുള്ളത് നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞപ്പോഴത്തേക്കും ക്ലാസ്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ, ആ ഹൊറേഴ്സ് ഓഫ് സ്ലേവറി എല്ലാം തന്നെ ഒരു ചെറിയൊരു നട്ട്ഷെല്ലിൻ്റെ അകത്താണ് ഇതിൻ്റെ അകത്ത് പറയുന്നതെങ്കിലും എത്രത്തോളം ഡീപ്പായിട്ടുള്ള അല്ലെങ്കിൽ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു സ്ട്രഗിളിലൂടെയാണ് ഓരോ സ്ലേവ്സും കടന്നു പോകുന്നത്. സ്പെഷ്യലി വെൻ ഇറ്റ് ബിക്കംസ് എ വുമൻ ദി സ്ട്രഗിൾ ബിക്കം ഡബിൾഡ്. ബിക്കോസ് സ്ലേവ് എന്നുള്ള രീതിയിലുള്ള മാർജിനലൈസേഷൻ പ്ലസ് വിമൻ എന്നുള്ള രീതിയിലുള്ള മാർജിനലൈസേഷൻ, ആൻഡ് ഹിയർ ഇറ്റ് ഈസ് ബ്ലാക്ക് വിമൻ. സോ ബ്ലാക്ക് എന്നുള്ള രീതിയിൽ, സോ റേസ്, സെക്സ്, സ്ലേവ്, ഇതിലെല്ലാത്തിലും മാർജിനലൈസേഷൻ വന്ന് എല്ലാ രീതിയിലും മാറ്റി നിർത്തപ്പെടുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, സഫറിങ്സ്, പെയിൻ, ഇതെല്ലാം അനുഭവിക്കേണ്ടി വരുന്ന ഒരു വിഭാഗക്കാരെ കുറിച്ചാണ് ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യുന്നത്. സോ ഈ ഒരു പെർട്ടിക്കുലർ എസ്സേക്കകത്ത് വളരെ എന്താണ് നമ്മുടെ ഒരു ഓഡിയൻസിനെ ആണ്, അവിടെ ഇരിക്കുന്ന ഓഡിയൻസിനോടാണ് സംസാരിക്കുന്നതെങ്കിലും ആക്ച്വലി ഷീസ് talking to an imaginary audience that comprises her adversaries, that is the white men who reject the notion of equality എന്ന് പറയുന്ന നോഷനെ കംപ്ലീറ്റ് ആയിട്ട് റിജക്റ്റ് ചെയ്യുന്ന ബ്ലാക്കിനെതിരെ നിൽക്കുന്ന വൈറ്റ് പീപ്പിളിനെ, അവരെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ആക്ച്വലി ഈ ഒരു പെർട്ടിക്കുലർ എസ്സേ എഴുതിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.